എന്നെ കല്യാണം കഴിച്ച അബദ്ധായോ, പ്രശ്നമുണ്ടോ? പക്ഷെ മറ്റേ പറയുമ്പോ എനിക്കൊരു പേടിയാ. പൊതുവെ അങ്ങാടിയിലൊക്കെ ഉണ്ടായൊരു സംസാര വിഷയമാണ്. സാധനമൊക്കെ വാങ്ങി വരുമ്പോ നമ്മളെ പൊതുവെ ആണുങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ പോണ പെണ്ണ് ഡിവേഴ്സ് ആണ്. അപ്പൊ ഇവൻ പറയും, ശരി പറയും, എന്തിനാ അങ്ങനെയൊക്കെ പറയുന്ന ഒരു പാവല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് കെട്ടിക്കോന്ന് അറിയും. അപ്പൊ ശിവൻ എന്താ അപ്പൊ കെട്ടുന്നതിന്? ഞാൻ കട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, എന്താ ഒരു കുറവ്. അതും കൂടെ സീരിയസിലേക്ക് എത്തിയതാ. പിന്നെ അങ്ങനെ ചോദിക്കും, ഇന്ന ചേച്ചി ആദ്യമായിട്ട് കണ്ട്. അവനെ കണ്ടിട്ടേ അല്ല അങ്ങനെ ഒരു സാധനത്തിനാണ്. സുന്ദരി നീയും സുന്ദരൻ ഞാനും, അത് നല്ല രസമുണ്ടായിരുന്നു. ഏതായാലും ആദ്യം തന്നെ ഞാൻ രണ്ടുപേരുടെ അടുത്ത് ഒരു സോറി പറയാണ്. കാരണം നിങ്ങൾ ഇപ്പൊ കടന്നു പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് ഒരു വലിയൊരു വിഷമത്തിൽ നിന്നാണ് നിങ്ങൾ രണ്ടുപേരും ഓവർകം ചെയ്ത് വന്നിരിക്കുന്നത്. വെറുതെ ഇരിക്കുമ്പോഴേക്കും ക്ഷമിക്ക് ചിന്ത വരാം. ഞാൻ തീരുമാനിച്ചേക്ക് ഇനി മതി, അങ്ങനെ നിർത്തണം എന്നാ. കാരണം എനിക്ക് ഓൾറെഡി 3 കുട്ടികളായല്ലോ. അതുകൊണ്ട് ഇനി ഷെഫിന്റെ തീരുമാനം. ഷെഫി എന്താണ് തീരുമാനം? ഒരു കുട്ടിയും കൂടെ വേണമെന്ന്? തീരുമാനം കുട്ടി വേണമെന്നുണ്ട്. പക്ഷെ അതിപ്പം ഇങ്ങനെ ആണെങ്കിൽ അങ്ങനെ പോട്ടെ എന്നാണ് ഇപ്പോഴത്തെ നിലവിൽ വിചാരിക്കുന്ന കാര്യം. ഇപ്പൊ മറ്റ് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അഡോപ്ഷൻ, അതുപോലെ ഐഷുവിനൊരു കൂട്ട് വേണം എന്നുള്ളത് എല്ലാ കുട്ടികളുടെയും ഒരു ആഗ്രഹമാണ്. അഡോപ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷെങ്കിൽ ആയുഷ്വിനൊരു കൂട്ട് വേണമെന്നുള്ളത് ഒരാഗ്രഹം. കൊറേ എത്ര ആൾക്കാർക്ക് ഒരു കുട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നുണ്ടല്ലോ, അങ്ങനെ ഒരു സമാധാനം. ഒന്നല്ല, എനിക്ക് 3 ആളുണ്ട്. ഷെഫിക്ക് ഒന്നേ ഉള്ളല്ലോ. അപ്പൊ ഷെഫിക്കാണ് കൂടുതൽ ആഗ്രഹം കൂടി വേണം എന്നൊക്കെ. ആശുവിനൊരു കൂട്ട്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കൂ, കുഴപ്പമൊന്നുമില്ല, ഒന്നില്ലേ, ഒന്നും ഇല്ലാത്തവരില്ലേ, അങ്ങനൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ കൂടുതൽ എന്റെ ഒരു പ്രശ്നം വിചാരിച്ചിട്ടായിരിക്കും, നിർബന്ധിക്കലൊന്നുമില്ല. ഇപ്പോ വയസ്സ് എത്രയാന്നുള്ളത്? 42.